കുറച്ച് ദിവസമായിട്ടോ എൻ്റെ മക്കൾക്കൊക്കെ ചുമയും കഫക്കെട്ടൊക്കെ ആയിട്ടേ ശരിക്കും അങ്ങോട്ട് മാറണമെന്നില്ല. അപ്പം ഞാൻ എന്താക്കി, നമ്മൾ മരുന്ന് കൊടുത്താലും നമ്മളെ വീട്ടിലൊരു പൊടിക്കൈയൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നല്ലൊരു ചുക്ക് കാപ്പി കഷായം അങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഇങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പനിക്കൂർക്കലിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തുളസീൻ്റെ ഇല, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇടുക, പിന്നെ ചെറിയുള്ളി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുരയിൽ ഉമ്മ ഞമ്മക്ക് ഉണ്ടാക്കി തരുത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ മക്കൾക്ക് മാറണില്ല, കുറഞ്ഞിട്ടില്ല പറഞ്ഞപ്പോഴേ ഉമ്മ പറഞ്ഞതാണ് കേട്ടോ, അതൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്ക്, ഉമ്മാൻ്റെ ചുമയൊക്കെ അങ്ങനെയും മാറിയെന്നും കൂടെ പറഞ്ഞപ്പോഴേ എന്നാൽ പിന്നെ അതങ്ങോട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. പിന്നെ ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ടോ. പിന്നെ നമ്മൾ സാധാ പീടികയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റ് ഉണ്ടല്ലോ ചുക്ക് കാപ്പീൻ്റെ ആ ഒരു പൊടി, ചെറിയ ഒരു 10 റുപ്യേൻ്റെ ആ ഒരു പാക്കറ്റ് പൊടിയാണ് കേട്ടോ അത്. ആ ഒരു പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു കഷ്ണം ബെല്ലം കൂടെ ഇടുക. ബെല്ലം പിന്നെ അധികമൊന്നും വേണ്ട, നമുക്കിത് കുടിക്കുമ്പോൾ ചെറുതായിട്ട് തൊണ്ടയിൽ ആ ഒരു എരിവാണ് വേണ്ടത്. ആ ഒരു കാറി കുത്തി ആ ഒരു ചുമയൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്തേ ഇത് കുടിച്ചാലും തൊണ്ടക്ക് കുറച്ചൊരു എരിവ് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സാധനങ്ങളൊക്കെ അതിലിട്ടിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടുന്നതിനേക്കാൾ ഇച്ചിരി കൂടുതലായിട്ട് ഒഴിക്കുക. ഞാൻ പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. മക്കൾക്ക് 3 ആൾക്കും വേണമെങ്കിൽ ഞമ്മക്കും ഓരോ ഗ്ലാസ് കുടിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ നല്ലോണം അങ്ങ് തിളപ്പിച്ച് ഇതിൻ്റെ ഈ ഇട്ട സാധനങ്ങൾ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങണ പോലെ നല്ലോണം ആ ഒരു ഇലയും ബാക്കി എല്ലാം നല്ല വേവിച്ച് നല്ല തിളപ്പിച്ച് അങ്ങോട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതാ ചെറിയ ചൂടോടെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ വേഗം ആ ഒരു കഫക്കെട്ടും ചുമയൊക്കെ കണ്ട് കുറയുകയും ചെയ്യും, നമുക്ക് കുടിക്കാനും നല്ലൊരു സുഖമുണ്ട്. അപ്പം പിന്നെ ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ.